അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട്, ജിന്നുകളിൽ നിന്നുള്ള ശക്തനായ ഒരു പിശാച് എൻ്റെ അടുത്തേക്ക് വന്നു. ഇന്നലെ പെട്ടെന്നാണ് വന്നത്. എൻ്റെ നിസ്കാരം നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്, തെറ്റിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഓത്ത് തെറ്റിക്കുക, അല്ലെങ്കിൽ മറപ്പിച്ച് കളയുക, അല്ലെങ്കിൽ ശ്രദ്ധ തെറ്റിക്കുക. പക്ഷേ അള്ളാഹു എനിക്ക് ശക്തി തന്നു അവനെ കീഴടക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ഞാൻ അവനെ എൻ്റെ ഒരു കൈ കൊണ്ട് ഇങ്ങനെ അങ്ങ് പിടിച്ചു. ഒരു തൂണിൽ, പള്ളിയുടെ തൂണിൽ കെട്ടിയിടണം എന്ന് ഞാൻ ആഗ്രഹിച്ചു. നിങ്ങൾക്കെല്ലാവർക്കും പിന്നീട് അവനെ കാണുകയും ഒക്കെ ചെയ്യാം, കുട്ടികൾക്ക് കളിക്കുകയൊക്കെ ചെയ്യാം എന്നൊക്കെ പറയുന്നുണ്ട് വേറെ സ്ഥലത്ത്. പക്ഷെ ഞാൻ അപ്പോൾ സുലൈമാൻ്റെ ദുആ ഓർത്തു. എൻ്റെ സഹോദരനായ സുലൈമാൻ, നീ എനിക്കൊരു രാജ്യം അല്ലെങ്കിൽ അധികാരം തരൂ, എനിക്ക് ശേഷം അത് നീ മറ്റാർക്കും കൊടുക്കരുത് എന്ന് പറയുന്നത്. അതായത് പിശാചികളുടെ മേലുള്ള നിയന്ത്രണമായിരുന്നു അദ്ദേഹം ഉദ്ദേശിച്ചത്. 38-ാം സൂറത്ത് 35-ാമത്തെ ആയത്ത്. അതുകൊണ്ട് ഞാൻ അവനെ നാണം കെട്ട് പോകാൻ അനുവദിച്ചു. അപ്പോൾ അത് കഴുത്തിലേക്ക് പിടിച്ചിരിക്കുകയായിരുന്നു, ശ്വാസം മുട്ടി, കയ്യിൽ തുപ്പലം വീണു എന്നുവരെയൊക്കെ റസൂൽ പറയുന്നുണ്ട്. അതായത് നാണം കെട്ട് തോറ്റുപോയി, വിട്ട് കഴിഞ്ഞാൽ അവൻ ഓടിപ്പോയി. ആ പരുവത്തിലായപ്പോൾ വിട്ടു. അവൻ നാണം കെട്ട് വാലും ചുരുട്ടി ഓടിപ്പോയി. عن أبي هريرة عن النبي صلى الله عليه وسلم إن عفريتا من الجن تفلت علي البارحة ليقطع علي صلاتي فأمكنني الله منه فأخذته فأردت أن أربطه على سارية من سواري المسجد حتى تنظر إليه كلكم فذكرت دعوة أخي سليمان رب اغفر لي وهب لي ملكا لا ينبغي لأحد من بعدي فرددته خاسئة. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട്, സുലൈമാൻ അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ സോളമൻ, ദാവൂദിൻ്റെ മകൻ, അതായത് ഇംഗ്ലീഷിൽ ഡേവിഡ്, പറഞ്ഞു, ഇന്ന് രാത്രി നാം 70 ഭാര്യമാരോടൊപ്പവും ഉറങ്ങും. അവരെല്ലാവരും ഗർഭിണികളാവും. അവരെല്ലാവരും ഓരോ കമാൻഡോകളെ, അല്ലെങ്കിൽ എല്ലാം തികഞ്ഞ വാൾപ്പയറ്റുകാരൻ എന്നൊക്കെ നമുക്ക് പഴയ രീതിയിൽ വ്യാഖ്യാനിക്കുകയാണെങ്കിൽ പറയാം. അവർ എല്ലാവരും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യും. അദ്ദേഹത്തിൻ്റെ പങ്ക് ഇൻഷാ അല്ലാഹ് എന്ന് പറഞ്ഞു. പക്ഷെ അദ്ദേഹം പറഞ്ഞില്ല, അതായത് സുലൈമാൻ അത് പറയാൻ മറന്നുപോയി. ഭാര്യമാർ ഇൻഷാ അല്ലാഹ് എന്ന് പറഞ്ഞിട്ടുണ്ടാവും എന്നാണ് പറയുന്നത്, പക്ഷേ അദ്ദേഹം പറയാൻ മറന്നുപോയി. അപ്പോൾ ഒരു പ്രവാചകൻ എന്ന നിലയിൽ ഇങ്ങനെ ഒരു കാര്യം പറയുമ്പോൾ പകലെപ്പോഴെങ്കിലും പറയുന്നതായിരിക്കും, ഇന്ന് രാത്രി ഞാൻ ഭാര്യമാരുടെ അടുത്തേക്ക് പോകും എന്ന് പറഞ്ഞാൽ അത് മരിച്ചു പോകാനുള്ള സകല സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് എന്ന് പറയണം. നമ്മളവിടെ എത്തുന്ന ഒരു ഉറപ്പില്ല. അത് പറയാത്തത് നബിമാർക്ക് വലിയ കുറ്റമാണ്. അതിഭയങ്കരമായ പരീക്ഷണം തിരിച്ചു കൊടുത്തു അള്ളാഹു. അങ്ങനെ ഒരു ഭാര്യയും ഗർഭിണി ആയില്ല, ഒരാൾ ഒഴികെ. അതും ഒരു പകുതി കുട്ടിയെയാണ് പ്രസവിച്ചത്. അപ്പോൾ അതായത് ഒരു വശം മാത്രമുള്ള ഒരു കുട്ടി എന്ന് വേണം വിചാരിക്കാം. അല്ലെങ്കിൽ ഒരു കാലും ഒരു കയ്യും ഇല്ലാത്തൊരു കുട്ടി, കണ്ട ഒറ്റോട്ടത്തിന് പകുതി കുട്ടി, അതല്ലെങ്കിൽ പകുതി കുട്ടി, തലയൊക്കെ പകുതി ഉണ്ടാവുള്ളൂ, ജീവനില്ലായിരുന്നു, മരിച്ചതായിരുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും തുടർന്നു, സുലൈമാൻ ഇൻഷാ അല്ലാഹ്, അള്ളാഹു ഉദ്ദേശിച്ചാൽ എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യാൻ ശക്തരായ മക്കൾ ഉണ്ടാവുമായിരുന്നു. ഷുഐബ് ഇബ്നു അബി അസ്സിനാദ് പറയുന്നു, 90 ഭാര്യമാർ എന്നതായിരിക്കും 70 ഭാര്യമാർ എന്നതിനേക്കാൾ നല്ലത്. അപ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് സുലൈമാൻ അലൈഹി ഇസ്ലാമിന് 70 ഭാര്യമാരുണ്ടായിരുന്നു. അന്നത്തെ ശരീഅത്ത് നിയമം, അതല്ലെങ്കിൽ മത നിയമം അനുസരിച്ച് അത് അനുവദനീയമായിരുന്നു. കാരണം അള്ളാഹു അനുവദിക്കാതെ ഒരു പ്രവാചകനൊന്നും ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ അദ്ദേഹത്തിന് 90 ഭാര്യമാർ ഉണ്ടായിരുന്നു. പിന്നെ ശാരീരിക ശക്തിയും കാണിക്കുന്നുണ്ട്. 70 ആണെങ്കിലും 90 ആണെങ്കിലും ഒരൊറ്റ രാത്രിയല്ല ഭാര്യമാരെ അടുത്ത് പോകാനുള്ള കഴിവ് മുഅ്ജിസത്താണ്. ഖാല സുലൈമാൻ ഇബ്നു ദാവൂദ ലി അതൂഫന്ന ലൈലത അലാ 70 ഇംറഅതൻ തഹ്മിലു കുല്ലു ഇംറഅത്തിൻ ഫാരിസൻ യുജാഹിദു ഫീ സബീലില്ലാഹി ഫഖാല ലഹു സാഹിബുഹു ഇൻഷാ അല്ലാഹു ഫലം യഖുൽ വലം തഹ്മിൽ ഷൈഅൻ ഇല്ലാ വാഹിദൻ സാഖിതൻ അഹദ ശിഖൈഹി ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലൗ ഖാലഹ ലജാഹദു ഫീ സബീലില്ലാഹ്. ഖാല ശുഐബുൻ വബ്നു അബി സിനാദിൻ 90 വഹുവ അസഹു. അബൂ ദർ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, ഞാൻ ചോദിച്ചു, അല്ലാഹുവിൻ്റെ റസൂലേ, ഏത് പള്ളിയാണ് ആദ്യമായി പണിതത്? അദ്ദേഹം മറുപടി പറഞ്ഞു, അൽ മസ്ജിദുൽ ഹറം. ഞാൻ ചോദിച്ചു, അതിനുശേഷം രണ്ടാമത് പണിത പള്ളി ഏതാണ്? അദ്ദേഹം മറുപടി പറഞ്ഞു, അൽ മസ്ജിദുൽ അഖ്സ, അതായത് ജെറുസലേമിൽ ഉള്ള പള്ളി. ഞാൻ ചോദിച്ചു, അവ രണ്ടും പണിയുന്നതിനിടയിൽ ഉള്ള സമയം എത്രയായിരുന്നു? അതായത് ഒന്ന് പണിത് എത്ര കൊല്ലം കഴിഞ്ഞിട്ടാണ് അടുത്തത് പണിതത്? അദ്ദേഹം മറുപടി പറഞ്ഞു, 40 കൊല്ലം. ഞാൻ വീണ്ടും കൂട്ടിച്ചേർത്തു, പക്ഷേ നിനക്ക് നമസ്കാരത്തിന് സമയമായാൽ എവിടെയാണെങ്കിലും നീ നിസ്കരിച്ചു കൊള്ളുക. കാരണം നിനക്ക് ഭൂമി മുഴുവൻ ആരാധന
കേന്ദ്രമാക്കി തന്നിരിക്കുന്നു, അല്ലെങ്കിൽ നിസ്കരിക്കാനുള്ള സ്ഥലം ആക്കി തന്നിരിക്കുന്നു. നമ്മുടെ സമുദായത്തിന് മാത്രമുള്ളതാണത്. ഇതിനു മുമ്പുള്ള സകല സമുദായങ്ങൾക്കും അവരുടെ പ്രത്യേകമായി തയ്യാറാക്കിയ ആരാധനാലയങ്ങളിൽ മാത്രമായിരുന്നു പ്രാർത്ഥനയ്ക്ക് അനുവാദം ഉണ്ടായിരുന്നത്. മുസ്ലിങ്ങൾക്ക് എവിടെ വേണേലും നിന്ന് നിസ്കരിക്കാം, ഭൂമിയിൽ ആയാൽ മതി. ഇപ്പം ഇനി ആകാശത്തിൽ പോകുന്നവനാണെങ്കിൽ ഭൂമിയില്ല, അതും കുഴപ്പമില്ല. അബീ ദർരിൻ റളിയല്ലാഹു അൻഹു ഖാല ഖുൽതു യാ റസൂലല്ലാഹ് അയ്യു മസ്ജിദിൻ വുദിയ അവ്വൽ ഖാലൽ മസ്ജിദുൽ ഹറാം ഖുൽതു സുമ്മ അയ്യുൻ ഖാല സുമ്മൽ മസ്ജിദുൽ അഖ്സ ഖുൽതു കം കാന ബൈനഹുമാ ഖാല 40 സുമ്മ ഖാല ഹൈസുമാ അദ്റകത്ക സ്വലാത്തു ഫസ്വല്ലി വൽ അർദു ലക മസ്ജിദുൻ. ഭൂമി മുഴുവൻ നിനക്ക് പള്ളിയാണ് എന്നാണ് പറയുന്നത്. ഹദീസിൻ്റെ വിശദീകരണത്തിൽ പറയുന്നു അൽ ഹറം, അതായത് ആദ്യത്തെ പള്ളി മക്കയാണ്, കഅബ ആണ് എന്ന് വിശദീകരിക്കുന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട്, ആളുകൾക്ക് വേണ്ടി ഉള്ള ഉദാഹരണങ്ങളിൽ എൻ്റെ ഉദാഹരണം എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ തീ കത്തിച്ചു. പുറമ്പോക്ക് പോലെയുള്ള മരുഭൂമിയുടെ നടുക്കോ അല്ലെങ്കിൽ തുറസായ ഒരു പറമ്പിൻ്റെ നടുക്കോ ഒക്കെയാണ് തീ കത്തിക്കുന്നത്. അപ്പോൾ അവിടെ വെളിച്ചം കണ്ടുകൊണ്ട് അവിടെയുള്ള സകല പ്രാണികളും, രാത്രിയിൽ പറന്ന് നടക്കുന്ന പറവകളും പൂമ്പാറ്റകളും കീടങ്ങളും ഒക്കെ അതിലേക്ക് വന്ന് വീഴാൻ തുടങ്ങി. ഇത് 6483 ഹദീസിൻ്റെ ഭാഗമാകുന്നു, 8ാമത്തെ വാല്യത്തിൽ. അതിൽ നമുക്ക് കൂടുതൽ കാണാം. സമിഅ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അന്നഹു സമിഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ മസലി വമസലുൻ നാസി കമസലി റജുലിൻ ഇസ്തൗഖദ നാറൻ ഫജഅലൽ ഫറാശു വഹാദി ദവാബു തഖഉ ഫിന്നാർ. ഒരു തീ കത്തിച്ചിട്ട് ഒരു മനുഷ്യൻ നിൽക്കുന്നു, അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമാണ്. അല്ലെങ്കിൽ ഒരു തീയിൻ്റെ അടുത്ത് ഒരു മനുഷ്യൻ നിൽക്കുന്നു, അവിടേക്ക് പ്രാണികൾ വരുന്നു. ആ പ്രാണികളെ അതിൽ തീയിൽ വീണ് ചത്തുപോകാതിരിക്കാൻ വേണ്ടി തട്ടി മാറ്റിയാണ്. പക്ഷെ പ്രാണികൾക്ക് അത് മനസ്സിലാവുന്നില്ല, അവർ വീണ്ടും തീയിലേക്ക് പോയിക്കൊണ്ടിരിക്കും. അതായത് നമ്മൾ മനുഷ്യരെയാണ് ഉദ്ദേശിക്കുന്നത്. തെറ്റ് ചെയ്ത് നരകത്തിലേക്ക് പോകുന്നു, അല്ലാഹുവിൻ്റെ റസൂൽ അവിടെ നിന്ന് തടയാണ്, നരകത്തിലേക്ക് പോലെ തെറ്റിയല്ലേ. അതാണ് ഉപമയായിട്ട് അദ്ദേഹം പറഞ്ഞത്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, ഞാൻ കേട്ടിട്ടുണ്ട് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, 2 സ്ത്രീകളുണ്ടായിരുന്നു, അവർക്ക് 2 പേർക്കും ഓരോ കുട്ടികൾ ഉണ്ടായിരുന്നു. ഒരു ചെന്നായ വന്ന് ഒരു കുട്ടിയെ എടുത്തുകൊണ്ട് പോയി അല്ലെങ്കിൽ തിന്നു. അപ്പോൾ അടുത്ത സ്ത്രീ പറഞ്ഞു, നിന്റെ കുട്ടിയാണ് തിന്നത്, ഈ ബാക്കിയുള്ള എൻ്റെ കുട്ടിയാണ് എന്ന് പറഞ്ഞു. അതായത് 2 സ്ത്രീകൾ ഒരു കുട്ടിയെ, ചെന്നായ എന്ന് അവരെന്തോ പണിക്ക് വേണ്ടി കാട്ടിൽ പോയതാണ്, കിട്ടുന്ന കുട്ടിയെ മതി എന്നുള്ള രീതിയിൽ ബാക്കിയുള്ളത് 2 പേരും അവകാശപ്പെട്ടു, ജീവിച്ചിരിക്കുന്ന എൻ്റെ വെച്ചാണ്. അപ്പോൾ ആദ്യത്തെ സ്ത്രീ പറഞ്ഞു, നിന്റെ കുട്ടീനെയല്ലേ ചെന്നായ കൊണ്ടുപോയത്. അങ്ങനെ തർക്കം തീരുമാനമാകാതെ വന്നപ്പോൾ ദാവൂദ് അലൈഹി ഇസ്ലാമിൻ്റെ അടുത്തേക്ക് പോയി. അദ്ദേഹം വിധി പറഞ്ഞു, വയസ്സ് കൂടുതലുള്ള അല്ലെങ്കിൽ പ്രായമായ സ്ത്രീക്ക് കുട്ടിയെ കൊടുക്കുക, കാരണം ചെറുപ്പമുള്ള സ്ത്രീക്ക് വീണ്ടും പ്രസവിക്കാനുള്ള സമയമുണ്ട് എന്നുള്ള രീതിയിൽ. അപ്പോൾ അതിൽ മൂത്ത ആൾക്ക് കുട്ടിയെ കൊടുത്തു. അങ്ങനെ 2 പേരും പുറത്തേക്ക് വന്നു, കൊട്ടാരത്തിൻ്റെ അല്ലെങ്കിൽ ജഡ്ജിയുടെ കോടതിയോ എന്തെങ്കിലും, അല്ലെങ്കിൽ രാജാവിൻ്റെ കൊട്ടാരം. അവിടെ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ വഴിയിൽ സുലൈമാൻ ബിൻ ദാവൂദ് അലൈഹിസ്സലാത്തുമ ഉണ്ടായിരുന്നു. അവരെ അദ്ദേഹത്തിനെ വിവരമൊക്കെ പറഞ്ഞ് കേൾപ്പിച്ചു. അതായത് അദ്ദേഹം ചോദിച്ചു എന്തായി, അപ്പോൾ അവർ പറഞ്ഞു ഇങ്ങനെയായി. അപ്പോൾ 2 പേർക്ക് തൃപ്തിയായിട്ടില്ലാന്നോ അല്ലെങ്കിൽ ഒരാൾക്ക് തൃപ്തിയായിട്ടില്ല എന്ന് മനസ്സിലായപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്നൊരു പണിയെ ഒരു കത്തി ഇങ്ങോട്ട് കൊണ്ടുവന്നേന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ഒരു വാള് ഇങ്ങോട്ട് കൊണ്ടുവരൂ, ഞാൻ ഈ കുട്ടിയെ 2ആയിട്ട് മുറിച്ച് നിങ്ങൾക്ക് 2ആയിട്ട് അങ്ങ് തരാം എന്ന് പറഞ്ഞു. അപ്പോൾ അതൊരു സൈക്കോളജിക്കൽ അറ്റാക്ക്, മനഃശാസ്ത്രപരമായ ഒരു ചികിത്സ, അതാണ് ഉദ്ദേശിക്കുന്നത്. 2 പേരും ഒന്ന് ഞെട്ടിക്കുക. അദ്ദേഹം അത് ചെയ്തു. അല്ല, അതൊരു പ്രവാചകൻ്റെ മകൻ അല്ലെങ്കിൽ ഒരു പ്രവാചകൻ ആവേണ്ടുന്ന ഒരാൾ അല്ലെങ്കിൽ ഒരു പ്രവാചകനായിട്ടുണ്ടാവും, ഓൾറെഡി അറിയില്ല. അങ്ങനെ ഒരു തെറ്റ് ചെയ്യാൻ പാടില്ല. ഒരു കൊച്ചിനെ കൊല്ലാൻ പാടില്ല, കൊല്ലാമെന്ന് പറയാനും പാടില്ല, മോശമല്ലേ അത് തള്ളമാരോട്. അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ ഞെട്ടിച്ചു. പറയുന്ന രാജകുമാരനാണ്, ഒന്നും ചെയ്യാനും പറ്റൂല, രാജ ഉത്തരവ് പോലെയാണ്. അപ്പോൾ അവർ പെട്ട് നിൽക്കുകയാണ്. ചെറുപ്പക്കാരിയായ സ്ത്രീ ചാടി പറഞ്ഞു, അല്ല, അള്ളാഹു താങ്കളുടെ മേൽ കരുണ കാണിക്കട്ടെ, അത് ചെയ്യരുത്, കാരണം ഇതെൻ്റെ കുട്ടിയല്ല, ആ പെണ്ണിൻ്റെ തന്നെ കുട്ടിയാണ് എന്ന് പറഞ്ഞു. അതായത് അവരുടെ കുട്ടിയാണ്, പക്ഷേ ഈ അവകാശം പറഞ്ഞുകൊണ്ട് നിന്ന് കഴിഞ്ഞാൽ രാജാവ് മുറിച്ച് അല്ലെങ്കിൽ രാജകുമാരൻ അതിനെ മുറിച്ച് 2ആയിട്ട് തരും, നിങ്ങൾ കൊണ്ടുപോയി തിന്നുന്നുള്ള രീതിയിൽ, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ. പക്ഷേ ശരിയായ ഉമ്മ എന്ന് പറയുന്നത് ചെറിയ സ്ത്രീയായിരുന്നു, ചെറുപ്പക്കാരിയായ സ്ത്രീ. അവർ പറഞ്ഞു, അല്ലല്ല എൻ്റെ കുട്ടിയല്ല, അവരുടെ തന്നെയാണ്, ഇനി എനിക്ക് പരാതിയൊന്നുമില്ല എന്ന് പറഞ്ഞപ്പോൾ, അതായത് സ്വന്തം കുട്ടി മരിക്കണ്ട എന്നുള്ള രീതിയിൽ പറഞ്ഞപ്പോൾ സുലൈമാൻ നബിക്ക് മനസ്സിലായി ചെറിയ സ്ത്രീയുടെയാണ് കുട്ടി, വലിയ സ്ത്രീയുടെ കുട്ടിയല്ല എന്ന് മനസ്സിലായി. അതുകൊണ്ട് കുട്ടിയെ എടുത്ത് ചെറിയ സ്ത്രീക്ക് കൊടുത്തു. ഇതിൽ നിന്നും ഒരു കാര്യം മനസ്സിലാവേണ്ടത്, ദാവൂദ് അലൈഹി ഇസ്ലാമിന് വിധി പറയാൻ അറിയില്ല എന്നല്ല. ദാവൂദ് അലൈഹി ഇസ്ലാം അന്നത്തെ ഇസ്ലാമിക നിയമം അനുസരിച്ചിട്ടാണ് വിധി പറഞ്ഞത്. ചെറിയ സ്ത്രീ 2ാമത് പ്രസവിക്കും, വലിയ സ്ത്രീക്ക് കുറച്ചുകൂടെ പ്രായമായി പോയി എന്നുള്ളത് കൊണ്ടും ഒക്കെ അന്നത്തെ നിയമം അനുസരിച്ച് DNA ടെസ്റ്റ് ചെയ്യാനുള്ള വകുപ്പൊന്നും ഇല്ലാത്തതുകൊണ്ട് അതാണ്
അന്നത്തെ നീതി, തെറ്റല്ല. അതുപോലെ തന്നെ സുലൈമാൻ അലൈഹി ഇസ്ലാം ചെയ്തത് ഒന്നുകൂടെ കടന്ന കൈയായിരുന്നു, അടുത്ത നിലയിലുള്ള പരിപാടി, അല്ലെങ്കിൽ അടുത്ത ലെവലിലുള്ള കളി. സൈക്കോളജിക്കൽ മൂവ്മെൻറ്റ് എന്നൊക്കെ നമ്മൾ തമാശയായി പറയുന്ന പോലെ, സിനിമ ഡയലോഗ് പറയുന്നത് പോലെ അദ്ദേഹം അത് ചെയ്തു, അത് വർക്കൗട്ടായി. ഇന്നത്തെ കാര്യമല്ല, ആയിരക്കണക്കിനോ ലക്ഷക്കണക്കിനോ കൊല്ലങ്ങൾക്ക് മുമ്പ് നടന്ന കഥയാണ് ഈ പറയുന്നത്. അപ്പോൾ അതായത് ഇത് ഇന്നൊന്നും തുടങ്ങിയതല്ല. പ്രവാചകന്മാർ ഭയങ്കര സ്മാർട്ടും ആയിരുന്നു. പിന്നെ ഈ പായുന്നതിൻ്റെ കുട്ടി പറക്കും എന്ന് പറയുന്നത് പോലെ ദാവൂദ് അലൈഹി ഇസ്ലാമിൻ്റെ മോനാവും ഒട്ടും മോശമാവാൻ പാടില്ലല്ലോ. അപ്പോൾ ഒരു പടി മുമ്പിൽ നിൽക്കണം. അതായത് വാപ്പാനെ തോപ്പിച്ചു എന്നോ വാപ്പ തെറ്റാണെന്നോ അല്ല ഇതിൽ പറയുന്നത്, രണ്ടുപേരും ശരിയാണ്. വഖാല കാനത്ത് ഇംറഅത്താനി മഅഹുമാ ഇബ്നാഹുമാ ജാഅ الذئب فذهبا بابن إحداهما فقالت صاحبتهما إنما ذهب بابنك وقالت الأخرى إنما ذهب بابنك فتحاكمتا إلى داود فقضى به الكبرى فخرجتا على سليمان ابن داود عليه السلام فأخبرتاه قال ائتوني بالسكين أشقه بينهما فقالت الصغرى لا تفعل يرحمك الله هو ابنها فقضى به للصغرى. قال أبو هريرة والله إن سمعت بالسكين إلى يومئذ وما كنا نقول إلا المديت. അള്ളാഹു തആലയുടെ വചനം, തീർച്ചയായും നാം ലുഖ്മാനുൽ ഹക്കീമിന് മുകളിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു. അതായത് ബുദ്ധി, മതപരമായ പാണ്ഡിത്യം, ഇതൊക്കെ. ആയത്തങ്ങനെ തുടരുന്നു, തീർച്ചയായും അതൊരു വൻ പാപമാകുന്നു. ഖൗലില്ലാഹി തആല വലഖദ് ആതൈനാ ലുഖ്മാനൽ ഹിക്മത ഖൗലിഹി അലീം. ലുഖ്മാൻ 31-ാമത്തെ സൂറത്ത് 12-13 ആയത്തുകൾ. അബ്ദുള്ള റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, ഈ ആയത്ത് അവതരിച്ചപ്പോൾ, അതായത് ആരൊക്കെയാണ് വിശ്വസിക്കുന്നത് അള്ളാഹുവിൻ്റെ ഏകത്വത്തിൽ, എന്നിട്ട് അവനെ മാത്രം ആരാധിക്കുന്നത്, വേറെ ആരെയും ആരാധിക്കാതെ, പിന്നെ വിശ്വാസത്തിൽ സംശയം ഉണ്ടാവാതിരിക്കുകയും തെറ്റ് അല്ലെങ്കിൽ പാപങ്ങൾ ചെയ്യാതിരിക്കുകയും ചെയ്താൽ, അങ്ങനെ തുടരുന്നു. അതായത് 6-ാമത്തെ സൂറത്ത് 82-ാമത്തെ ആയത്ത്. ഇത് അവതരിച്ചപ്പോൾ സഹാബാക്കൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, ഞങ്ങളിൽ ആരാണ് സംശയമില്ലാത്തവരുള്ളത്, അതുപോലെ ഞങ്ങളിൽ ആരാണ് തെറ്റ് ചെയ്യാത്തവരുള്ളത്? അപ്പോൾ അള്ളാഹു അവതരിപ്പിച്ചു, അല്ലെങ്കിൽ വീണ്ടും വഹ്യ് ഇറക്കി. അതായത് അള്ളാഹുവിൽ പങ്കു ചേർക്കാത്തവർ, ആരാധനയുടെ കാര്യത്തിൽ വേറെ ആരെയും കൂട്ടച്ചേർക്കാത്തവർ, തീർച്ചയായും അള്ളാഹുവിൻ്റെ കൂടെ ആരാധനയിൽ പങ്കു ചേർക്കുക എന്നുള്ളത് വലിയ ഒരു പാപം ആകുന്നു. 31-ാമത്തെ സൂറത്ത് 13-ാമത്തെ ആയത്ത്. അതായത് നേരത്തെയുള്ള ആയത്ത് വളരെ ചുരുക്കിയതായിരുന്നു, പിന്നീട് അതിൽ വിശദീകരിച്ചു. തെറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ സാധാരണ തെറ്റല്ല, അള്ളാഹുവിനെ ആരാധിക്കുന്നതിൽ പങ്കു ചേർക്കുക എന്നുള്ള തെറ്റാണ്. സംശയം ഉണ്ടാവുക എന്നുള്ളത് കൊണ്ടും ഉദ്ദേശിച്ചിരിക്കുന്നത്, അതായത് കുറേ ദൈവങ്ങളുണ്ടോ, ഇനി ദൈവത്തിന് മക്കളുണ്ടോ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ സംശയം വരാതിരിക്കാനും ഏകനായ ദൈവത്തെ ആരാധിക്കാനും വേണ്ടിയിട്ടുള്ള ഉറപ്പിനെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് വിശദീകരിച്ചു കൊടുത്തു. അൻ അബ്ദുല്ലാഹി ഖാല ലമ്മ നസലത് അല്ലദീന ആമനൂ വലം യൽബിസൂ ഈമാനഹും ബിളുൽമ അൽ അൻആം 82. ഖാല സ്വഹാബുൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അയ്യുന ലം യൽബിസ് ഈമാനഹു ബിളുൽമി ഫനസല ലാ തുശ്രിക് ബില്ലാഹ് ഇന്നശ്ശിർക ലദുൽമുൻ അദീം. ലുഖ്മാൻ 13. അബ്ദുള്ള റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, ഈ ആയത്ത് അവതരിച്ചപ്പോൾ ആരൊക്കെ വിശ്വസിക്കുകയും അള്ളാഹുവിൻ്റെ ഏകത്വത്തിൽ വിശ്വസിക്കുകയും അവനെ മാത്രം ആരാധിക്കുകയും മറ്റൊന്നിനെയും ആരാധിക്കാതിരിക്കുകയും അവരുടെ വിശ്വാസത്തിൽ സംശയം ഉണ്ടാവാതിരിക്കുകയും തിന്മ പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്താൽ, 6-ാമത്തെ സൂറത്ത് 82-ാമത്തെ ആയത്ത്. ഇത് അവതരിച്ചപ്പോൾ മുസ്ലിങ്ങൾക്ക് അത് ഭയങ്കര കട്ടിയായി തോന്നി. അപ്പോൾ അവർ ചോദിച്ചു, അല്ലെ അള്ളാഹുവിൻ്റെ റസൂലേ, ഞങ്ങളിൽ ആരാണ് തെറ്റ് ചെയ്യാത്തവർ ഉള്ളത്, നമ്മളോട് തന്നെ തെറ്റ് ചെയ്യാത്തവർ? അപ്പോൾ അദ്ദേഹം മറുപടി പറഞ്ഞു, ഇതിൻ്റെ അർത്ഥം അതല്ല. ഈ ആയത്തിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്, അതായത് ദുൽമ് അല്ലെങ്കിൽ തിന്മ, വൻപാപം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിനെ ആരാധിക്കുന്നതിൽ പങ്കു ചേർക്കുന്നവരെ ആകുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല, അല്ലെങ്കിൽ കേട്ടിട്ടില്ലേ ലുഖ്മാൻ അദ്ദേഹത്തിൻ്റെ മകനോട് എന്താണ് പറഞ്ഞത് എന്ന്? എൻ്റെ മകനെ, അള്ളാഹുവിനെ ആരാധിക്കുന്നതിൽ നീ മറ്റൊന്നിനെയും പങ്കു ചേർക്കാതിരിക്കുക, അല്ലെങ്കിൽ മറ്റാരെയും പങ്കു ചേർക്കാതിരിക്കുക. തീർച്ചയായും മറ്റുള്ളവയെ അള്ളാഹുവുമായി ആരാധനയിൽ പങ്കു ചേർക്കുന്നത് ഒരു വലിയ
തിന്മ അല്ലെങ്കിൽ പാപമാകുന്നു. 31-ാമത്തെ സൂറത്ത് 13-ാമത്തെ ആയത്ത്. عن عبد الله رضي الله عنه قال لما نزلت الذين آمنوا ولم يلبسوا إيمانهم بظلم شق ذلك على المسلمين فقالوا يا رسول الله أينا لا يظلم نفسه قال ليس ذلك إنما هو الشرك ألم تسمعوا ما قال لقمان لابنه وهو يعظه يا بني لا تشرك بالله إن الشرك لظلم عظيم. അള്ളാഹു എല്ലാ കാര്യങ്ങളും ഏറ്റവും നന്നായി അറിയുന്നു. നിങ്ങളിത് കാണുക, ഖുർആൻ പഠിക്കുക, എല്ലാവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. ബാറക്കല്ലാഹു ലി വലക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.